നമ്മുടെ വിദേശകാര്യ മന്ത്രിമാരുടെ ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായൊരു ഇടപെടൽ, മനോഹരം എന്ന് ഞാൻ പറയുന്നത് ഏറ്റവും ആപ്റ്റായ, കുറിക്കുകൊള്ളുന്ന, കൃത്യസമയത്ത് വേണ്ടത് വേണ്ട നേരത്ത് തോന്നി വേണ്ടവനോട് മുഖത്ത് നോക്കി പറയാനുള്ളൊരു ആർജവം നമ്മുടെ മന്ത്രിമാരിൽ, ഒരു പക്ഷേ വിദേശകാര്യ മന്ത്രിമാരിൽ ഇത്ര സൗമ്യനായ ഒരാൾ ശ്രീ ജയശങ്കറിനെ പോലെ കണ്ടിട്ടില്ല. ആവശ്യമില്ലാതൊരു വാക്കും അദ്ദേഹം പറയാറില്ല. വേണ്ടത് കൃത്യസമയത്ത് സൗമ്യമായി കാര്യക്ഷമതയോടെ ചെയ്യുന്നൊരു മന്ത്രിയാണ് നമ്മൾ കണ്ടെടുത്തോളം. ഇന്ന് അദ്ദേഹം ചെയ്ത ഏറ്റവും മാതൃകാപരമായൊരു ജോലി, ഇന്ത്യക്കെതിരായിട്ട് കനേഡിയൻ ഗവൺമെൻറ് കാനഡ പാർലമെൻറ്റിൽ നടന്ന ഒരു അനുശോചനം, ഇന്ത്യാവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാനഡയിൽ നിന്ന് പണം സ്വരൂപിച്ച് ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖലിസ്ഥാൻ തീവ്രവാദികളുടെ നേതാവായ നജ്ജാറിൻ്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് കനേഡിയൻ പാർലമെൻറ്റ് സത്യത്തിൽ അത് ഇന്ത്യാവിരുദ്ധമായ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്യുന്നത്. അന്ന് അതിന് മറുപടി പറയേണ്ടത് പറഞ്ഞു. പക്ഷേ കനേഡിയൻ ഗവൺമെൻറ്റിന് ഓർമ്മിപ്പിക്കേണ്ട ഒരു വലിയ പാഠം ഇന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്ന് ജൂൺ 23 39-40 കൊല്ലം മുമ്പ് ഒരു ജൂൺ 23 നിങ്ങൾ ഓർക്കണം എന്ന് അദ്ദേഹം ഇന്ന് ട്വീറ്റ് ചെയ്യുന്നു. ഒരു മന്ത്രി, ഒരു ഗവൺമെൻറ് നയപരമായി പറയേണ്ട ഒരു പാഠം തന്നെയാണത്. എന്താണെന്ന് വെച്ചാൽ കനിഷ്ക ദുരന്തം ഉണ്ടാകുന്നത് ഈ ദിവസമാണ്, 85-ൽ. കനിഷ്ക ദുരന്തത്തിലെ ഏറ്റവും വലിയ പാഠം പഠിക്കേണ്ട ഗവൺമെൻറ് കനേഡിയൻ ഗവൺമെൻറ്റാണ്. കാരണം അവരുടെ നാട്ടിൽ കാനഡയിൽ നിന്ന് ലണ്ടനിലേക്ക് പോയൊരു വിമാനം മഹാസമുദ്രം, അതും ഒരു ഇന്ത്യൻ എയർ ഇന്ത്യയുടെ വിമാനം മഹാസമുദ്രത്തിൻ്റെ മുകളിൽ വെച്ച് ഈ ഭീകരവാദികൾ വെടിവെച്ച് തകർത്തിട്ട് 300-ലേറെ മനുഷ്യർ, അതിൽ തന്നെ മഹാഭൂരിപക്ഷവും കാനഡിയൻ പൗരന്മാരാണ്. നിങ്ങൾ ചരിത്രം മറന്നു പോകരുത്, ഇവരാരാണെന്ന് മറന്നു പോകരുത്, ആരെയാണ് നിങ്ങൾ മഹത്വം നൽകി നിങ്ങളുടെ പാർലമെൻറ്റ് ആദരിക്കുന്നതെന്ന് ഓർത്തു പോകരുത്, ഇന്ത്യയോടുള്ള വിരോധം കൊണ്ട് നിങ്ങൾ സ്വയം മറക്കരുത് എന്ന മനോഹരമായൊരു ചിത്രം ഇത്രമേൽ കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുന്നു. ടി ജി എങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ കമൻറ്റ് ചെയ്യുന്നത്? ഈ ഭ്രാന്ത് നമ്മളുടെ ജസ്റ്റിൻ ട്രൂഡോ, കനേഡിയൻ പ്രൈം മിനിസ്റ്റർ, ഞാനങ്ങനെ ജസ്റ്റിന്ദർ സിംഗ് ട്രൂഡോ എന്നാണ് വിശേഷിപ്പിക്കാറ്. അങ്ങനത്തെ ഒരു ഭ്രാന്താണ് ആ മനുഷ്യന്. ഒരു രാഷ്ട്രത്തലവൻ ഇങ്ങനെയൊന്നും കയറി ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും ശരി. ഇപ്പോൾ ട്രൂഡോയ്ക്ക് അഭിപ്രായമുണ്ട് ഖാലിസ്ഥാൻ അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്, അങ്ങനെ ഒരു വെർഷനാണല്ലോ എപ്പോഴും വരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ, നിങ്ങളവർക്ക് അവിടെ അഭയം കൊടുത്തു, പൗരത്വം കൊടുത്തു, കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് അതിട്ട് കളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയെ ശരിക്കും വെല്ലുവിളിക്കലാണ്. അതെ. അപ്പോൾ ആദ്യം ഈ സിഖുകാരെ കൊണ്ടുപോയി ഇവരുടെ അഭയം ഹെഡ് ക്വാർട്ടേഴ്സ് പോലെയൊക്കെ പ്രവർത്തിച്ചിരുന്നത് ഇംഗ്ലണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലും മെല്ലെ അതിൻ്റെ അപകടം മനസ്സിലായെന്ന് തോന്നുന്നു. അതോ കുറച്ചുകൂടെ ആതിഥേയ സേഫ് കാനഡയാണെന്ന് മനസ്സിലായതുകൊണ്ട് ഇവർ കൂട്ടത്തോടെ കാനഡയിലേക്ക് പോയി. ഈ കാനഡയിലുള്ള സിഖുകാർ അവർ കോൺസെൻട്രേറ്റഡ് ആയിട്ടൊരു സ്ഥലത്ത് താമസിക്കുന്നവരാണ്. അവരുടെ വോട്ടിന് വേണ്ടിയിട്ടാണ് ആദ്യം ഈ കളി തുടങ്ങുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു വിഭാഗത്തെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വോട്ടവകാശം സംഗതിയൊക്കെ കൊടുത്തിട്ട് അവരെ നമ്മുടെ പോക്കറ്റിലാക്കി നിർത്തുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി സേഫായി. ഇങ്ങനെ തുടങ്ങിയ കളിയാണ്. പിന്നെ ഇവരുടെ എല്ലാ കൂത്തിനും തുള്ളിക്കൊണ്ടിരുന്നു കാനഡ ഒരു ഇന്ത്യയെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള മട്ടിൽ പെരുമാറി. ഈ നിജറിൻ്റെ കൊലപാതകത്തിൽ തന്നെ ഇന്ത്യയാണ് നിജറിനെ കൊന്നത്. ഇതാണ് കാനഡയുടെ നെറേറ്റീവ്. ബട്ട് ദർ ഈസ് നോട്ട് ആൻ അയോട്ട ഓഫ് എവിഡൻസ്. ഇല്ല. ഈ വൈൽഡ് അലിഗേഷൻസ് രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ ഒരു രാഷ്ട്രത്തലവൻ പറയരുത്. ക്ലിയർ എവിഡൻസ് ഉണ്ടെങ്കിൽ, അന്നും നമ്മൾ പറഞ്ഞു എവിഡൻസ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് നോക്കട്ടെ. ബട്ട് ദർ ഈസ് നോ എവിഡൻസ്. ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞു, അന്ന് ജയശങ്കർ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഖാലിസ്ഥാനികളെ വളരെ റാഷായിട്ട് കൈകാര്യം ചെയ്യുന്നവരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തീവ്രവാദികളാണ്, ടെററിസ്റ്റുകളാണ്. അവരുടെ ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് അത് ഇതൊക്കെ ഉണ്ട്, ഞങ്ങളതിനെ നിരോധിച്ചിട്ടുണ്ട്. റൂത്ത്ലെസ്ലി ഞങ്ങൾ ഹാൻഡിൽ ചെയ്യും. ബട്ട് ഇയാൾ മരിച്ച ആൾക്കാർ മുഴുവൻ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള ലോജിക്ക് വെച്ചിട്ട് ഞങ്ങളെ കുറ്റം പറയരുത്. ഇഫ് വി വാണ്ട് ടു കിൽ ഹിം, വി വിൽ ഡെഫിനറ്റ്ലി കിൽ ഹിം. വി വിൽ പുട്ട് ഹിം ഇൻ ജയിൽ. ഹി ഹാസ് ടു ഗോ ത്രൂ ട്രയൽ. എത്രയോ പേര് ജയിലിലുണ്ട്. ഞങ്ങൾക്ക് ഇതിനെ പേടിയൊന്നുമില്ല. ഞങ്ങളാണെന്ന് പറയാൻ ഞങ്ങൾ എന്തിനും പേടിക്കുന്നത്? കാരണം ഞങ്ങളുടെ അക്സെപ്റ്റഡ് പോളിസിയാണത്. വി ആർ അഗൻസ്റ്റ് ഖാലിസ്ഥാനീസ്. ബട്ട് കാനഡ ഈ ഒരു തെളിവൊന്നും കാനഡയ്ക്കില്ല. ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അയാൾ മരിക്കണമെങ്കിൽ നിങ്ങളുടെ ആളായിരിക്കും കൊല്ലുന്നു, പോയി പണി നോക്കണം. പിന്നെയും ഒരാൾ മരിച്ചു, അതും നമ്മുടെ തലയിൽ വെച്ചു. പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യാതെയായി.
ഗൗരവമായിട്ട് കാനഡയെ എടുക്കാതെയായി. കാനഡ നമ്മളെ ഒരു ചുക്കും ചെയ്യാനില്ല. കാനഡയ്ക്ക് നമ്മൾ വലിയ എംബസിയൊക്കെ ഡൽഹിയിൽ കൊടുത്തിരുന്നു, സാമാന്യം വലിയ എംബസി. അതിൽ കുറേ അധികം ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരോടും തിരിച്ചു പോകാൻ പറഞ്ഞു. നിങ്ങളൊരു 5-6 പേര് മതി കനേഡിയൻ എംബസി, അതിനുള്ള കച്ചവടമൊക്കെ നമ്മൾ തമ്മിലുള്ളൂ, മനസ്സിലായി, ബാക്കിയുള്ളവരോട് പാക്ക് ചെയ്ത് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ലക്ഷൂറിയസ് ആയിട്ട് ഡൽഹിയിൽ സൗകര്യങ്ങളുണ്ടായിരുന്നു. അതേസമയം ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, പോലീസ് പിടിക്കില്ല, അത് ചെയ്യില്ല, അങ്ങനെയൊക്കെ സുഖമായിട്ട് ജീവിക്കുക എന്നാണ് ഡിപ്ലോമാറ്റുകളുടെ ഒരു ലക്ഷ്യം. അതിൽ 31 പേരെ മറ്റോ തിരിച്ചു പോകാൻ പാക്ക് ചെയ്തു. കാനഡയ്ക്ക് അവിടെ നിന്ന് മടക്കി അയക്കാനായിട്ട് ആളില്ല, മിനിമം സ്റ്റാഫേ നമ്മുടെ അവിടെ ഉള്ളൂ. നമ്മൾ കൂടുതൽ ആൾക്കാരെ ഒന്നും സൂഹിക്കാനായിട്ട് അവിടെ വിട്ടിട്ടില്ല. അതുകൊണ്ട് കാനഡയ്ക്ക് തിരിച്ചടിക്കാം എന്ന് വെച്ചാൽ അവിടെ നിന്ന് നമ്മുടെ ആൾക്കാരെ ഇങ്ങോട്ട് തിരിച്ചയക്കുകയാണ് വേണ്ടത്. പക്ഷേ അയക്കാനും മാത്രം ആളൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഡിപ്ലോമാറ്റിക് റിലേഷൻ കട്ട് ചെയ്യണം, എംബസി വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അത്രയ്ക്കുള്ള സീരിയസ്നെസ് ഒന്നുമില്ല. ഒരാൾ കൊലപാതകം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2 രാജ്യങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഇല്ലാതെയാക്കാൻ പറ്റുമോ? നമ്പർ 2, നമ്മൾ ഈ നമ്മുടെ ആൾക്കാർ ഒരുപാട് പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. നോൺ സിക്ക് ആൾക്കാർ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഇവരെ അവർക്ക് കാനഡയ്ക്ക് വേണമെങ്കിൽ പിരിച്ചുവിടാം. ഇവിടെ പഠിക്കാൻ പറ്റില്ല, ഇവിടെ ജോലിയും ചെയ്യണം, പോടാ ഇന്ത്യക്കാരെല്ലാം തിരിച്ചു പോകാം. അങ്ങനെ പറയാനുള്ള കപ്പാസിറ്റി കാനഡയ്ക്ക് ഇല്ലതാനും. കാരണം ഇന്ത്യക്കാരെല്ലാം കൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവിടെ കാലിയാവും. വലിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. പിന്നെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയല്ലോ. നിങ്ങളതിൻ്റെ കീ പോസ്റ്റിലിരിക്കുന്ന ഇന്ത്യക്കാരോടെല്ലാം ഒരു സുപ്രഭാതത്തിൽ പൊക്കോടാന്ന് പറഞ്ഞാൽ പിന്നെ ഇതാര് നടത്തും? കാനഡയുടെ എക്കോണമി തന്നെ കൊളാപ്സ് ചെയ്യും. ഇത് ചില്ലറ കളിയല്ലേ ഇവർ കളിക്കുന്നത് സാർ. അന്ന് ഈ കനിഷ്ക ദുരന്തം നടന്നപ്പോഴുണ്ടല്ലോ, ഈക്വലി ടോക്കിയോയിൽ നിന്ന് പുറപ്പെട്ട ഒരു ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിലും ബോംബ് വെച്ചിരുന്നു അന്ന് തന്നെ. 85 ആകെ അത് ടോക്കിയോ എയർപോർട്ടിൽ വെച്ച് പൊട്ടി. വിമാനത്തിലേക്ക് ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഇവർ ചെയ്യുന്നത് ലഗേജിൽ കയറ്റിയാണ് ഈ ബോംബ് വിടുന്നത്. എന്നിട്ട് ആൾ കൂടെ കയറില്ല. അപ്പം കാനഡയിൽ അതിനൊരു സൗകര്യമുണ്ട്. ഈ ഇൻറ്റേർണൽ ഫ്ലൈറ്റ് ഉണ്ട്. കൊച്ചി, ഡൽഹി, ലണ്ടൻ ആണൊരു ഫ്ലൈറ്റ് എന്ന് വെച്ചു. അപ്പോൾ കൊച്ചി ഡൽഹിയിൽ സാറിൻ്റെ ലഗേജ് കൊച്ചിയിൽ നിന്ന് കയറ്റാം. 2 ദിവസം മുമ്പേ കൊച്ചിയിൽ ബുക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ ഡൽഹിയിൽ നിന്ന് കയറിക്കോളാം. ഇങ്ങനൊരു ഫെസിലിറ്റി അന്ന് 85 കാനഡയിലുണ്ട്. ഇതിലിവൻ എന്ത് ചെയ്തു? ഇതിൽ ബോംബ് കയറ്റി വിട്ടു. എന്നിട്ട് പറഞ്ഞു ഞാൻ വാൻകൂവറിൽ നിന്ന് ബോർഡ് ചെയ്തോളാമെന്ന്. വാൻകൂവറിൽ നിന്ന് ഇവൻ കയറിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് വേണ്ടിയിട്ട് വണ്ടി താമസിപ്പിക്കാൻ പറ്റും. ഇത് പറഞ്ഞു. അങ്ങനെയാണ് ഇത് പൊട്ടിയത്. ഇതേ പരിപാടി ടോക്കിയോയിൽ ചെയ്തു. അപ്പോൾ ഇവർക്ക് പറ്റിയത് ഈ ബോംബിൻ്റെ ടൈമിംഗ് ഉണ്ടല്ലോ. ടൈമിങ് ഇംഗ്ലണ്ടിലെ ടൈമിംഗ് അല്ല ജപ്പാൻ്റെ ടൈമിംഗ്. പക്ഷേ ടൈമിംഗ് ഒരേ രീതിയിൽ ഇവർ സെറ്റ് ചെയ്തു. ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക്. അപ്പോൾ എന്താ, ഇത് പറന്നുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടി. മറ്റത് ടേക്ക് ഓഫിന് മുമ്പ്, ലഗേജ് കയറ്റുന്നതിന് മുമ്പ് തന്നെ കാർഗോ പ്ലേസിൽ വെച്ച് തന്നെ പൊട്ടി. ടോക്കിയോയിൽ 4 പേര് മരിച്ചു ജപ്പാൻകാർ. 4 കൊണ്ട് തീർന്നു. അതല്ലെങ്കിൽ വേറൊരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് കൂടെ ടോക്കിയോ ടു മുംബൈ സംവേർ, എനിക്ക് ആ റൂട്ട് ഓർമ്മയില്ല, അതും സംഭവിക്കുമായിരുന്നു. 2 എണ്ണമാണ് അന്ന് അവർ തീർക്കാൻ വെച്ചത്. അവരുടെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് കൊണ്ട് ഇങ്ങനെ ടോക്കിയോയിൽ താഴെ വെച്ച് തന്നെ പൊട്ടി. ടൈമിംഗ് നോക്കാതെ ചെയ്തുകൊണ്ട് ഒരേ രീതിയിൽ ടൈമിംഗ് സെറ്റ് ചെയ്തു. ടൈം സോൺ മാറുന്നത് അവരുടെ മനസ്സിൽ പോയില്ല. എന്ന് പറഞ്ഞാൽ ഈ ഖലിസ്ഥാൻ തീവ്രവാദത്തിൻ്റെ ഒരു ഗൗരവം ഇപ്പോഴും കനഡിയൻ ഗവൺമെൻറ് മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ നടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് നല്ലൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ജയശങ്കർ സാർ കൊടുത്തിരിക്കുന്നത്. അവർക്ക് മനസ്സിലായിട്ടില്ല, ശരി. നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഇപ്പോഴും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യായമാണ്, 2 ഭീകരവാദികൾ ജയിച്ചു കയറിയിട്ടുണ്ട്. എനിക്ക് അത്ഭുതം എന്താ അറിയാമോ? സാറ് ജയിലിൽ കിടക്കുകയാണെങ്കിൽ സാറിന് വോട്ടവകാശമില്ല. അതെ, ഒരാൾ. പക്ഷേ സാറിന് സ്ഥാനാർത്ഥിയാവാം. വോട്ടില്ല. എന്ത് എനിക്ക് മനസ്സിലാവണില്ല. ജയിൽ പുള്ളികൾക്ക് വോട്ടവകാശമില്ല. തിരുത്താവശ്യമുള്ള അടിയന്തരമായ നടപടികളുടെ കാര്യങ്ങളല്ലേ. അത് എഞ്ചിനീയർ റഷീദും ജയിച്ചിട്ടുണ്ട് കാശ്മീരിൽ ജയിലിൽ കിടന്നിട്ട്. അയാൾ ജയിച്ചു, വലിയ ഭൂരിപക്ഷം. അമൃതപാൽ സിംഗും വേറെ 2 പേര്, ബിയാൻ സിംഗിൻ്റെ മോൻ. അതെ, 2 പേര് ജയിച്ചു. അപ്പോൾ ഈ കാനഡ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ശരി, അവർക്ക് അതിൻ്റെ ബാധ്യതയില്ല. ഇന്ത്യക്കാരും മനസ്സിലാക്കുന്നില്ല.
നമുക്കതിൻ്റെ ബാധ്യതയില്ല. അതെ, പഞ്ചാബികളെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഞാൻ ഇത് ജനാധിപത്യത്തിൽ ഇത് നീതീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശരി, ഇയാളൊരു തീവ്രവാദ കേസിൽ അറസ്റ്റിലായി, അതിൻ്റെ വിചാരണ നടന്നിട്ടില്ല, അതുകൊണ്ട് അയാൾ കുറ്റവാളിയല്ല, ഇപ്പോഴും കുറ്റാരോപിതനാണ്. ഒരു ഒരു പ്രിവെൻഷൻ എന്നുള്ള നിലയ്ക്കാണ് അയാൾ ജയിലിൽ കിടക്കുന്നത്. അയാൾക്ക് ജനാധിപത്യാവകാശം നിഷേധിക്കാമോ? പാടില്ല. മാത്രമല്ല, അയാൾ MP ആയി കഴിഞ്ഞാൽ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യണം. അപ്പോൾ ഭരണഘടനാപരമായി പ്രവർത്തിക്കണം എന്നുള്ള ബാധ്യത അയാൾക്ക് വരുന്നു. ഒരാളെങ്കിലും ഒരാൾ ഭരണഘടനയുടെ പാതയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമ്മളത് ബ്ലോക്ക് ചെയ്യാമോ? ഇങ്ങനെയൊക്കെയാണ് ഇതിനെ ന്യായീകരിക്കുന്നത്. ശരിയുമാണ് കേട്ടോ, എല്ലാം കറക്റ്റാണ്. 3-2 5, 5-2 7 എന്നൊക്കെ പറയുന്നത് നമുക്ക് വാദിച്ച് സമർപ്പിക്കാം. പക്ഷേ സംഭവിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെ ഖാലിസ്ഥാൻ വാദത്തിൻ്റെ പ്രചരണം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെന്തൊക്കെ വാചകടിച്ചു കഴിഞ്ഞാലും അവർ കൂടുതൽ പ്രോമിനൻസിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അവർക്ക് പബ്ലിക് അക്സെപ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഗൗരവത്തിലെടുക്കുകയാണെങ്കിൽ ഇത്തരം നിയമങ്ങളിൽ തിരുത്തൽ വരുത്തേണ്ട സമയമായി. അതെ അതെ അതെ. മറ്റത് ഇപ്പോൾ പൊളിറ്റീഷ്യൻസിനെ സാധാരണ എന്തെങ്കിലും കേസിലൊക്കെ പിടിച്ച് ജയിലിലിടും. മറ്റേ കക്ഷി അധികാരത്തിൽ വരുമ്പോൾ ഈ കക്ഷിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ കാര്യമൊക്കെ നേരാണ്. അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അഴിമതി എന്നൊക്കെ പറഞ്ഞിട്ട് പിടിക്കുന്നുമുണ്ട്. ഇത് അഴിമതിയാണോ ഇല്ലെന്നും നമുക്ക് ഉറപ്പില്ല. അങ്ങനെയുള്ള ആളിന് മത്സരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൂടല്ലോ, ശരി, ചെയ്യാം. ബട്ട് അതേ ലോജിക്ക് ഈ തീവ്രവാദികളുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രശ്നമാണ്. അപ്പോൾ ആ നിയമത്തിൻ്റെ ആ ഏരിയ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഗൗരവമായ പുനഃപരിശോധന ആവശ്യമുള്ള ഒരു മേഖലയാണത് എന്ന് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും ഇന്ത്യക്കും ആവശ്യമുണ്ട് ആ ബോധ്യം. ജയശങ്കർ സാറിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കുറിപ്പിനെ തുടർന്ന് അത്തരം ആലോചനകളിലേക്ക് കൂടി രാജ്യം വികസിക്കട്ടെ, നമുക്ക് ആത്മാർത്ഥമായിട്ട് ആശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.